മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത് മക്കയിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു എന്നതാണ്. മക്കയിലെ യുവാക്കൾക്കിടയിൽ പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു എന്നാണ് പറയാറുള്ളത്. മുസ്അബ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ഒന്നാമത്തെ അംബാസഡറായി ഒന്നാം അഖബ ഉടമ്പടിക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ മദീനയിലേക്ക് പറഞ്ഞയച്ചു. മക്കയിൽ ഇട്ടുമൂടാനുള്ള സമ്പത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തുണ്ടായിട്ട് ആ സമ്പത്തും സൗഭാഗ്യങ്ങളും മുഴുവനും വലിച്ചെറിഞ്ഞ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കാലെടുത്തു വെച്ചു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പക്ഷെ അപ്പോഴും ആ മനസ്സ് സംതൃപ്തമായിരുന്നു, സന്തുഷ്ടമായിരുന്നു. കാരണം അദ്ദേഹം ഉറച്ചു നിന്നത് അള്ളാഹുവിന്റെ കലിമത്തിന്റെ പ്രചാരണത്തിലാണ്, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണത്തിലാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സംസാരിക്കുമ്പോൾ വലിയ ജനക്കൂട്ടമോ ആൾക്കൂട്ടമോ ഒന്നും അദ്ദേഹത്തിന്റെ മുന്നിലില്ല. ഓരോ വ്യക്തികളോടും ആൾക്കൂട്ടങ്ങളോടും പോയിട്ട് അദ്ദേഹം സംസാരിച്ചു, ദീന് സംസാരിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉരുവിട്ടു, അവരെ കേൾപ്പിച്ചു. പലരും എതിർത്തു, പലരും സ്വീകരിച്ചു. നമ്മളൊക്കെ ആൾക്കൂട്ടമുണ്ടാക്കാനുള്ള തിരക്കിലും മത്സരത്തിലുമാണ്. ഒരു പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുക എന്ന് നമ്മൾ എവിടെയോ തെറ്റിദ്ധരിച്ചു പോയി. വലിയ ആൾക്കൂട്ടത്തെ കാണിച്ചാൽ മാത്രമേ ഒരു പരിപാടി വിജയിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അല്ല. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ അവർ ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്കും നാട്ടുപുറത്തും പോകുമ്പോ മുന്നിലിരുന്ന് കസേലയിലിരുന്ന് കേട്ടവരേക്കാൾ കൂടുതൽ കടത്തിണ്ണകളിലും കടകൾക്കുള്ളിലും വീടുകൾക്കുള്ളിലും ഇരുന്ന് കേട്ടവരുടെ മനസ്സിലേക്കാണ് തൗഹീദിന്റെ വെളിച്ചമെത്തിയത്. നമ്മുടെ ഉത്തരവാദിത്തം പറയുക എന്നതാണ്. ആള് കൂടട്ടെ കൂടാതിരിക്കട്ടെ, ആള് വരട്ടെ വരാതിരിക്കട്ടെ, അറിയപ്പെടട്ടെ അറിയപ്പെടാതിരിക്കട്ടെ, ജനങ്ങളുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് ഈ ആശയം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യത്തോടു കൂടി നാം ഇറങ്ങിത്തിരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.